കുമാർ എം പി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ഒരു അടിയന്തര മീറ്റിംഗ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടപെടുന്നത്. ശ്രീ സന്തോഷ് കുമാർ, CPIയുടെ ആശങ്കയ്ക്കോ CPIയുടെ നീരസത്തിനോ അതൃപ്തിക്കോ ഒന്നും വില നൽകാതെയുള്ള ഒരു കരാർ ഒപ്പിടലായി പോയില്ലേ ഇക്കഴിഞ്ഞത്? ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ബഹുമാനരായിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കള് അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് പോലെ ഇത് CPIയുടെ നീരസത്തിന്റെയോ CPIയുടെ അസംതൃപ്തിയുടെയോ അല്ലെങ്കിൽ CPIയെ പരിഗണിക്കാത്തതിന്റെയോ പ്രശ്നമായിട്ട് ഒരിക്കലും കണക്കാക്കുക. ഇത് ഇന്ത്യയിൽ എല്ലാവർക്കും ഇടതു പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടിന്റെ ലംഘനമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സദാ വിനോദ് വിശ്വം ഇന്നലെ മുന്നണി മര്യാദകളുടെ ലംഘനം പറഞ്ഞു, അത് അവിടെ നിൽക്കുന്നു. അതോടൊപ്പം ഈ ഞങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ ബഹുമാനമുള്ളത്? ഞങ്ങളൊരു നിലപാട് പറഞ്ഞുള്ളതല്ലേ. ആ നിലപാടെന്ന് പറയുന്നത് കേരള ഘടകം പറഞ്ഞൊരു നിലപാടല്ല, ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് നിർബന്ധിച്ചുണ്ടാക്കിയൊരു നിലപാടല്ല, ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. അതിന്റെ വഴികളൊന്നും ഞാൻ പറയുന്നില്ല. വന്നപ്പോ അതിനെ കൃത്യമായി അവഗ്രഹിച്ചുകൊണ്ട് അവഗ്രഹത്തിനോട് തെറ്റു പറയുന്നവരുണ്ടാവാം, നിങ്ങൾ ശാസ്ത്രീയ, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ നിലപാടിനെ വിമർശിക്കുന്നവരുണ്ടാവാം, ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. സമാനമായ നിലപാടാണ് CPI എമ്മിനും ആ കാര്യത്തിനകത്തുള്ളത്. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ചിലപ്പോൾ പെട്ടെന്നൊരു ഒരു ഭംഗിക്കേട് നിങ്ങൾക്ക് തോന്നും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോനെ സംബന്ധിച്ച് രണ്ട് പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുപോലെ കമ്മ്യൂണിസ്റ്റ് ഈ NEP സംബന്ധിച്ച് രണ്ട് പാർട്ടികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഇനി അതിന്റെ ഒരു ഷോക്കേസ് പദ്ധതിയാണ് ഈ PMC എന്ന് പറയുന്നത്. അതിന്റെ ഫ്രെയിംവർക്ക് വായിച്ചവർക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെയാണല്ലോ വകുപ്പ് ഭരിക്കുന്നത്. അതല്ല, ഞങ്ങൾ ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചു. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചു. അത് നാലാളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറഞ്ഞു. ആ നിലപാട് ചർച്ചയാക്കേണ്ട സന്ദർഭങ്ങളിൽ ഞങ്ങൾ ചർച്ചയാക്കുന്നു. അത്ര ഒരു ഘട്ടത്തിൽ ഞാൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അവമാനമാകുന്നത്? അങ്ങനെ സെൽഫ് ഗോൾ അടിച്ചവർക്കാണ് അവമാനത്തിന്റെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് CPI എന്തെങ്കിലും ചെറുതായി പോയി എന്നുള്ള മട്ടിൽ പറയരുത്. അങ്ങനെ CPI ചെറുതായി എന്ന് പറയുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ ചെറുതായിരിക്കുന്നു, ഇരു പാർട്ടികളുടെയും അഖിലേന്ത്യാ നിലപാട് ചെറുതായിരിക്കുന്നു, ഇരു പാർട്ടികളുടെയും യുവജന സംഘടനകളുടെ നിലപാട് ചെറുതായിരിക്കും എന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായ ഒരു അപമാനത്തിന്റെ പ്രശ്നമില്ല. ഞങ്ങളത് തുറന്നു പറഞ്ഞു എന്നതാണ് അപമാനത്തിന്റെ പ്രശ്നമെങ്കിൽ അത് ഞങ്ങൾ സഹിച്ചോളാം. ശരിയാണ്, താങ്കൾ പറഞ്ഞത്. വിനോദ് വിശ്വം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്, CPI നേതൃത്വം വ്യക്തമാക്കിയതാണ്, MAB ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചതാണ്. പക്ഷെ എന്നിട്ടും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ കരാർ ഒപ്പിടാമെന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് പോകും പറയുന്നത്, കഴിഞ്ഞ 4 വർഷമായി എന്തുകൊണ്ട് കിട്ടുന്നില്ല. ഞാനിപ്പോ ഈ ഫോണിൽ എന്നെ കണക്ട് ചെയ്തപ്പോ വളരെ ബഹുമാന്യമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ TVയുടെ മുമ്പിലൊന്നും മനസ്സിലാകുന്നില്ല. ഉറപ്പായിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഓക്കെ ഓഫ് കോഴ്സ്, അത് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം, പ്രത്യേകിച്ച് മുഖവരുടെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു നിലപാട് ഉയർത്തിപ്പിടിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നത്, ഇത് ഇങ്ങനെ ചെയ്തവരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അവരാദ്യം പറയട്ടെ. പിന്നെ PMCയെയും SSKയെയും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം നടപ്പാക്കി. അത് ലേബർ കോഡിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് അങ്ങനെയാണ്. അവർക്ക് നടപ്പാക്കില്ലെങ്കിൽ അവർ അതിനെ മൊത്തം നടപ്പാക്കാൻ പറ്റും, അതിന്റെ ഓരോ കർഷകർക്കും നടപ്പാക്കാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് സംസ്ഥാനങ്ങളെ വരുതിക്ക് നിർത്തുന്നത്. അതിനൊരു ടാക്ടിക്സ് RSSനുണ്ട്, ഈ ഗവൺമെന്റിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിന് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഞങ്ങൾ ആരെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. CPI സംസ്ഥാന കൗൺസിലിന് മാത്രമായ ഒരു നിലപാട് ഈ കാര്യത്തിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഏകപക്ഷീയമായി, ഞാൻ ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ട് പോയവരോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇഫറ്റോൾ അവർ സൈൻഡ് ആണെങ്കിൽ അവരോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. ആ വിശദീകരണം വരട്ടെ, അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇക്കാര്യം ഒന്നും അറിയാഞ്ഞിട്ടായിരിക്കുമോ? അല്ല, ഞാൻ അങ്ങനെ ആരെയും ചെറുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരാണ്. കാര്യങ്ങൾ അറിയുന്നു എന്ന് പറയുന്നതും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. എനിക്കറിയില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് തിരുത്താത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ നിലപാട് തിരുത്താൻ കഴിയില്ല. ഇനി ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടില്ലാതെ ഇത്തരം ഒരു കരാർ ഒപ്പിടൽ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ അനുവാദം ഉണ്ടല്ലോ അവിടെ. അല്ല, ഞാൻ പറയുന്നത് ഈ ചോദ്യം കുറെ കൂടി നന്നായി ഉത്തരം പറയാൻ സാധിക്കുക ഇത് ഒപ്പിട്ട് പോയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ മന്ത്രിസഭാ യോഗത്തിന് നേരത്തെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു, അങ്ങനെ മാറ്റിവെച്ചു. 4 വർഷം എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാന ഒരു പെനൽറ്റിമേറ്റ് അവേഴ്സ്, അങ്ങനെ ഒരു ഡേയില് നമ്മളെ ഒരു തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 5-6 മാസം ആക്കി നിൽക്കവേ ഇത് ചെയ്യുമ്പോൾ അത് ഇതുവരെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഉൾപ്പെടെയും ഇതിനകത്ത് ആരെല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തതുള്ളൂ ഉൾപ്പെടെ ഒരു കാര്യം കൃത്യമായിട്ട്
വിശദീകരിക്കേണ്ടത് അതിന് ആധികാരികമായ നേതൃത്വം കൊടുത്ത ആള് തന്നെയാണ്. അപ്പൊ അത് അദ്ദേഹത്തോട് ആദ്യം ചോദിക്കൂ, ആ മന്ത്രിയോട്. അതിനുശേഷമാണല്ലോ പറ്റി പറയുക. അപ്പോൾ ശ്രീ പി സന്തോഷ് കുമാർ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനത്തിൽ കൃത്യമായിട്ടുള്ള എതിർപ്പുണ്ട്. അതൊരു ഇപ്പം ഞാൻ തമാശ പ്രസ്താവന രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമ സീതൊക്കെ എപ്പോഴും ചോദിക്കുന്ന പോലെയാണ്. എതിർപ്പ് സിപിഐക്ക് ഉണ്ടല്ലോ, അതാണല്ലോ ഞങ്ങൾ പരസ്യമായിട്ട് അത് പറയുന്നത്. ഇതൊരു മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു വാദങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വെച്ചു. അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ഞങ്ങൾക്കൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളതായ കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഒരു ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് നമ്മൾ വഴങ്ങുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് വേറൊരു കാര്യം. പക്ഷെ നിലപാട് തീരുമാനിക്കുന്നതിൽ മറ്റു പാർട്ടികളുടെ അഭിപ്രായങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. അത് തെറ്റാണ്ട് ഞങ്ങൾ അതിന്റെ വില കൊടുക്കും, ശരിയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നേടും. അതല്ല പക്ഷെ ഒരു കമ്മിറ്റിക്ക് ഒരു മുന്നണി ഇരിക്കുമ്പോൾ അതിനകത്തൊരു സമവായത്തിനും ചർച്ചയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ വിയോജിച്ചുകൊണ്ടെന്ന് ചോദിക്കാൻ കഴിയും. അതൊക്കെ വേറൊരു ഭാഗമാണ്. അവരുടെ എതിർപ്പുണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ അസംതൃപ്തിയും എതിർപ്പും ഉണ്ട്. റൈറ്റ്. പി സന്തോഷ് കുമാർ MP ആണ് പ്രതികരിച്ചത്. എന്നാലും CPI കടുത്ത എതിർപ്പിലാണ്, അതിൽ അതൃപ്തിയുണ്ട്. കൃത്യമായിട്ടുള്ള വിയോജിപ്പ് മുന്നണിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ കിരണിലേക്ക് എത്തും മുമ്പ് ഒരു ഇടവേള കൂടി.